മെച്ചപ്പെട്ട വർക്കിംഗ് അപ്പം കളിക്കാൻ വന്നത് ഇന്ത്യ ഒരു ബൈക്ക് സിമുലേറ്ററാണ് ഗൈസ്. നമ്മളിത് തേർഡ് പാർട്ട്, ദിസ് ഇസ് അവർ ലാസ്റ്റ് പാർട്ട്. സോ ഗൈസ്, ഞാൻ ഇന്നൊരു വീഡിയോ തന്നെ എടുത്തിട്ടുണ്ടായി. അത് ഞാൻ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റുകളായിരുന്നു നമ്മളായിട്ടുള്ള ഇത്. എഡിറ്റിംഗ് ആണെങ്കിലും ഡബിങ് ആണെങ്കിലും, ഡബിങ് എന്ന് വെച്ചാൽ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ടാക്കണം തന്നെ. സോ ഗൈസ്, ഇനി ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. സോ ഗൈസ്, നമ്മൾ പോസ് പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ലാസ്റ്റായപ്പോൾ ഒരു അൺനോൺ നമ്പർ പിന്നെയും വിളിച്ച്. അപ്പോൾ എൻ്റെ പോലത്തെ ശബ്ദം കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമോ, ഹലോ ഫ്രാങ്ക്ലിൻ, ഇങ്ങനെ സംസാരിക്കണം. സോ ഗൈസ്, ഇങ്ങനെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ നമ്മളെ ബോസ് കുറച്ച് കടിപ്പിച്ചിട്ടല്ല സംസാരമൊന്നും. ഓക്കെ, അപ്പം അവൻ പറഞ്ഞ്, ഇപ്പോഴും മനസ്സിലായില്ലേ, നീയൊക്കെ എനിക്കാണ് പണിയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പം പറഞ്ഞ് ആ മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവൻ പറഞ്ഞത്, അവൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, അവൻ്റെ ഡീറ്റെയിൽസും കൂടി പറഞ്ഞതെന്ന്. പക്ഷെ നമ്മളെ ബോസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇത്രയും ദിവസം പണി ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ആളുടെ ശബ്ദം വരെ വോയിസ് ചേഞ്ചറാണ്. അത് അയാൾ തന്നെ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് കുറച്ച് ബ്ലാങ്ക് ഇട്ടുണ്ടാവും, ഇങ്ങനെ എൻ്റെ പേര് ആണ് എന്ന് പറയൂലേ, ആ ബ്ലാങ്ക് ഉണ്ടാ. അതുപോലെ തന്നെ നേരത്തെ വീഡിയോയിലുണ്ടായി. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, സോ ഗൈസ്, ഇന്നലത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് മനസ്സിലാവും. നമ്മളെ ഫ്രാങ്ക് ലോസ് ഏഞ്ചൽസ് ബിഗ്ഗസ്റ്റ് ഗാങ്സ്റ്റർ ആയിരുന്നു. എൻ്റെ ഈ ജീവിതം കൊണ്ടവൻ വൈസ് സിറ്റി വന്ന് നന്നാൻ വേണ്ടി വന്നപ്പോഴാണ് ഒടുക്കത്തെ ശാപം വന്നത്. സോ ഗൈസ്, നമ്മൾ നീട്ടിച്ച് നിൽപ്പിക്കാനുള്ള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മുടെ ബോസ് വിളിക്കുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമില്ല ആളുടെ. ഇപ്പം വെറുതെയാണ്, ചെറ്റയാണ്, ഒരു കാര്യം പറഞ്ഞല്ലോ, പൈസ ഒക്കെ വേണ്ടി നടക്കാനാണ്. ഇപ്പം നമ്മുടെ ബോസിൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കാം. ഹലോ ബോസ്, ഹലോ, സുഖമാണോ? ആ മോനെ ഇതിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ്, നീ രാജുപോലെ ചെയ്യണം. ഫ്രാങ്ക്ലിൻ, എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്. എന്നെക്കുറിച്ച് ഞാൻ ആരാന്ന് പറഞ്ഞറിയില്ല, നീ ആരാന്ന് എനിക്കറിയില്ല ഫ്രാങ്ക്ലിൻ. പക്ഷേ ഒരു കാര്യം ചെയ്തു തരണം. നീ ഞാൻ പറയാൻ ലാസ്റ്റ് കാര്യം ചെയ്തെന്ന് എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാം. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ ലൊക്കേഷൻ വിട്ടോ തരാം. ഓക്കെ ബോസ്, ഓക്കെ ബോസ്, അപ്പോൾ ശരി. സോ ഗൈസ്, നമ്മളെ ബോസ് പറഞ്ഞ സ്ഥലത്ത് പോകണം. ഈ ബോസ് ഈ പ്രാവശ്യം വേറൊരു സ്ഥലത്താണ് പറഞ്ഞേക്കണം. എനിക്കറിയില്ല ഗൈസ്, നമുക്ക് പോയി ചോദിച്ചു നോക്കാം എന്താണെന്ന്. എല്ലാം വേറെ സ്ഥലത്തായി മതി ഗൈസ്, അത്ര ഇതാണ്. സോ ഗൈസ്, അയാള് പിന്നെ വിളിക്കണ്ടെന്ന് തോന്നാം. ഫോൺ റിങ് ചെയ്യണ്ടേ, ഒന്ന് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പം അയാൾ പറയാൻ നോക്കട്ടെ. ഹലോ ബോസ്, എന്താണ് ബോസ്? ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ ബോസ്. ഫ്രാങ്ക്ലിൻ, ഞാൻ വിളിച്ച് നിന്റെ ബൈക്ക് അതിൽ ഒരു ജ്യൂസ് ഉണ്ടാവും, അത് കുടിച്ചിട്ട് വേണം ഞാൻ പറയണ മിഷൻ ചെയ്യാൻ. എന്ത് ജ്യൂസ്? എൻ്റെ അതിൽ ബൈക്കൊന്നുമില്ലല്ലേ, എവിടെ നിന്ന് ഒന്നാണ് ബൈക്ക്? ഫ്രാങ്ക്ലിൻ, ബേക്ക് ചെയ്ത് നോക്ക്, അപ്പം കാണാം. ആ, ഞാൻ ബേക്ക് ചെയ്ത് നോക്കിക്കോളാം ബോസ്. ജ്യൂസാ? എന്ത് ജ്യൂസാണ്? മാംഗോ ജ്യൂസ്. Spicy meat. Yeah, boy. എടാ പോടി ചക്ക. അത് ബിയറാണ് മോനെ, അത് കുടിച്ചിട്ട് നീ വന്നാൽ മതി. കഴിച്ചാൽ അത് കുറച്ചുകൂടി ശക്തി തരും, ലൈക്ക് ബൂസ്റ്റ്. ആ ശരി ശരി ശരി. ആർക്കറിയാം ഗൈസ്, ബൂസ്റ്റ് മാങ്ങ എല്ലാം പറയുന്നുണ്ട്. ആർക്കോ വേണ്ടി കെട്ടിച്ച അവസ്ഥയാണ് ഗൈസ്. നമ്മൾ കുറച്ച് സൂക്ഷിക്കാനല്ലാണ്, പക്ഷെ അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ ഗൈസ്. എന്താണെന്നറിയാം, ഇവിടെ ബേക്കിലില്ലല്ലോ, എവിടെയാണ്? ഇവിടെ ഉണ്ടാ പഠിച്ചോനിത്. ഇത് സിസർ കെട്ടാ, ആർക്കറിയാം. പക്ഷെ നമുക്ക് പറഞ്ഞ സ്ഥലത്ത് പോകാം ഗൈസ്. എനിക്ക് കാറെടുക്കാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ ആദ്യം ഓടിച്ചപ്പോൾ കൊള്ളായിരുന്നു, പിന്നെ കൊള്ളൂലായിരുന്നു ഗൈസ്. ഞാൻ അത് റിട്ടേൺ കൊടുക്കാൻ പോണേന്. ബൈക്ക് തന്നെ അല്ലത്,
ഓക്കെ കുറച്ച് ദൂരെയാണ് ഗൈസ്. ഇതെന്തോ പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം തന്നെയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ സോ ഗൈസ് ഞങ്ങളുടെ ഈ ഫ്രാങ്ക്ലിൻ്റെ ഷോറൂം കാണാത്തൊരു കുറേ പേരുണ്ടാവും. അത് കാണിച്ചറിയാം. നിങ്ങൾ പേജാറുണ്ട് എൻ്റെ ബേക്കിലാണ് ഷോറൂം. ബട്ട് പേടിക്കണ്ട ഗൈസ്. ഓക്കെ സോ ഗൈസ് ആ ബിൽഡിംഗ് ഉണ്ട് അത് അവിടെ പാലം പോലത്തെ അവിടെയാണെന്നാ പറയണേ. നമ്മൾ അങ്ങോട്ട് പോയിട്ടും വരും. സോ ഗൈസ് നമ്മളെ അടുത്ത് കാര്യം പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു എയർപോർട്ട് ഇല്ലേ അവിടെ അങ്ങനത്തെ പ്ലെയിനെന്ന് വെച്ചാൽ യെല്ലോ കളർ പ്ലെയിനാണ്. അതാണ് നമ്മൾ ഇന്നലെ വിളിച്ച ഒരു ബോസ് ഇല്ലേ ഇത് ഞാൻ സംസാരിച്ചു ഒരു ഫ്രാങ്ക്ലിൻ വയ്യാത്തൊരു ശബ്ദം പോലത്തെ ആ ബോസിൻ്റെ ഇതാണ്. സോ ഗൈസ് ഞാൻ നശിപ്പിക്കാം. അതിനു മുമ്പ് എനിക്ക് ആ ബോസിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയണം, എന്നിട്ട് ഞാൻ നശിപ്പിക്കണുള്ളൂ. എനിക്ക് ചതി മടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ അതിനു മുമ്പ് അത് വിളിച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാം ഗൈസ്. അപ്പോൾ വിളിക്കട്ടെ നമ്മളെ മറ്റേ ഇന്നലെ വിളിച്ച വയ്യാത്തൊരു ശബ്ദം പോലത്തെ ഒരു ബോസ്. ഓക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ആള് ഹലോ ബോസ്. ഹലോ ആരാടാ നീ? ഞാൻ ഫ്രാങ്ക്ലിനാണ്. ഫ്രാങ്ക്ലിൻ ഞങ്ങൾ ടീം ചേരണ്ട. അതല്ല ബോസ് നിങ്ങളുടെ മഞ്ഞ കളർ പ്ലെയിനില്ലേ ജെറ്റ് എന്താ എനിക്കാണോ? അതല്ല ബോസ് അത് എൻ്റെ ബോസ് പറഞ്ഞ് നശിപ്പിക്കാൻ. അതിനു മുമ്പ് ബോസ് എന്തോ ചതി മണക്കുന്നുണ്ട്. നീ നശിപ്പിച്ചോളാ. എന്തായാലും കുറേ പൈസയിലിരിക്കണം, എനിക്ക് വേറൊന്നും വാങ്ങാം. നീ കുറച്ച് വെപ്പൺസൊക്കെ നീ ആ കയ്യിൽ തന്നെ വെച്ചോ. കളിച്ചാൻ ചതിയനാണ്. ഓക്കെ ഫ്രാങ്ക്ലിൻ നീ ചെയ്. എന്നിട്ട് അവന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ? എന്തോ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. ജ്യൂസ് എന്തേ അവന്മാരെന്താ ബിയർ ഷാപ്പ് കൊടുക്കണ? അഞ്ഞനൊന്നല്ല എന്തോ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല. അല്ല കുടിച്ചു. പക്ഷേ അവന്മാർ 8ൻ്റെ പണിയാ തരാൻ പോണേ. അതുകൊണ്ട് കുറച്ച് പതുക്കെ നിന്നാൽ മതി കേട്ടോ. കേട്ട്. അപ്പോൾ നീ വേണോ നശിപ്പിക്കണോ? ഞാൻ പറയണ ചെയ്യണ ചക്ക. ശരി. ഗൈസ് വിളി നിന്നിട്ടുണ്ട്. എനിക്കെന്തോ ആ ബോസിനോട് വല്ലാത്ത ഇഷ്ടപ്പെട്ടു ഗൈസ്. പറയാതിരിക്കാൻ പറ്റൂല. ഇനി നമുക്ക് അങ്ങോട്ടും ഇവിടെ നശിപ്പിക്കാം. നമ്മളെ പുതിയ ബോസ് തന്നെ പറഞ്ഞ ഗൈസ്. ഓക്കെ എന്തോ ഒരു ചെറിയ വിഷമമുണ്ട്. ബട്ട് ഒന്ന് ചെയ്യാനാണ് ഗൈസ്. ഒരു എയർപോർട്ട് ഷോറൂമാണ് ചെറിയ. സോ ഗൈസ് നമ്മളെ പഴയ ബോസിനെ വിളിക്കും ഗൈസ്. പഴയ ബോസ് വിളിക്കണ്ടേ? ഞാൻ ഒന്ന് സംസാരിക്കില്ല. ബോസ് ഹലോ ഫ്രണ്ട് പറ്റണ മഞ്ഞക്കളർ ഫ്ലൈറ്റ് അല്ലെങ്കിൽ നശിപ്പിക്കേ? ഞാൻ നശിപ്പിക്കാൻ പോണേണ്. കുറച്ച് ടൈം എടുക്കുക. കുറച്ച് ബോംബൊക്കെ ആക്റ്റീവ് ഉണ്ട്. സമയം എടുക്കാൻ പാടില്ല. പെട്ടെന്ന് ഫ്രാങ്ക്ലിൻ അല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. കൊല്ലല്ലേ ഞാൻ ചെയ്യാം. അങ്ങനെ ചെയ്യും. ഗുഡ് ബോയ്. സോ ഗൈസ് അയാൾ കട്ടാക്കി. എനിക്ക് അയാളെന്തോ ചതി മണക്കണ്ടേ. ഞാൻ ജ്യൂസ് കുടിച്ചിട്ടാ ചെയ്യണം. ഓക്കെ ബോംബ് എടുക്കും. പെട്ടെന്ന് ചെയ്യാന്നല്ലേ പറഞ്ഞ, അല്ലെങ്കിൽ അവന്മാരെ അറിയുമെന്ന് അറിയണ്ട്. പൊട്ട് രണ്ടെടുത്ത് വണ്ടിയിലിടാൻ വേണ്ട. നേരെ പോട്ടെ, വീട്ടിൽ പോട്ടെ. എന്തൊരു തലവേദന ഉണ്ടല്ലേ. ഇതെവിടെ? ഇതെന്താണ് ഓടിട്ട വീട്? എപ്പോഴാ? ഞാൻ ഓടട്ടെ. ഇത് 1 നമ്പർ വിളിക്കണ്ടല്ലോ. നമ്മളെ ബോസ്. ഹലോ ബോസ്. ഹലോ ഫ്രാങ്ക്ലിൻ സുഖമാണോ? ഞാൻ എവിടെയാന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു തലവേന എടുത്തപ്പോൾ ഞാനിപ്പോൾ എവിടെയോ ടെലിപ്പോർട്ടായി. യൂണിവേഴ്സ് വേറെ മാറിപ്പോയാ? ഫ്രാങ്ക്ലിൻ യൂണിവേഴ്സ് വാങ്ങി. ഫ്രാങ്ക്ലിൻ നീ തീർന്നടാ. ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഫ്രാങ്ക്ലിൻ I am sorry to say you want to die. ഒറ്റ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ ആരുടെയും. നീ ഒറ്റ കൊടുത്തതെന്നല്ലടാ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ബോസ് ഇങ്ങനെ ശിക്ഷിക്കണം? അതിന് താനേതാടോ? എനിക്കൊരു മാങ്ങേ അറിയില്ലല്ലേ. എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ
മാഫിയാണെന്ന് എനിക്കറിയാം. അതാണ് ധാരാളം. അവൻ എന്നെ കണ്ടുപിടിച്ച് എൻ്റെ കാലങ്ങളിൽ പറഞ്ഞ സ്കൂളല്ല, അതിന് മുന്നിൽ തട്ടി തീർക്കണം. എനിക്ക് കൊണ്ടേ പറ്റുള്ളൂ എന്നെ തീർക്കാൻ. തൊണ്ടത്തിന് ഞാൻ എന്നെ തീർക്കാൻ പോണേ. എൻ്റെ തീർക്കല്ലേ? അതിനുമ്പ് ഞാൻ എൻ്റെ തീർക്കും കേട്ടോ മോനെ. നിന്റെ ഫ്രാക്ചർ മൊത്തം എൻ്റെ പോകുമ്പോണ്ട്. നീ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ എതിരാളിനെ പോയിരിക്കും ഞാൻ ചെയ്ത്. ആളോ ഞാനേ ഇതൊക്കെ നേരത്തെ കണ്ണുമുട്ടി കണ്ടത്. നീ എന്നെ ഒറ്റൂന്ന് നിന്റെ ഫാക്ടറി മൊത്തം ഞാൻ പോകുമ്പോട്ടങ്ങനെ. ഞാനല്ല നിന്റെ എതിരാളി. അവൻ്റെ അനുയായികളൊന്ന് നിന്റെ അനുയായികളൊന്ന് പറ്റിച്ച്. സോ അതുകൊണ്ട് ബോംബിട്ട് അവന്മാരിപ്പോൾ ഒരു 1 minute ഗോ. അതുവരെ നീ അവിടെ പോയി നിൽക്കാൻ നോക്കണം മോണ്ട. $billions നീ ചാമോണ. ലൈക്ക് $1 crore മീൻസ് 47,000 കോടി അത്ര ഉണ്ട്. അതിന് എനിക്ക് നഷ്ടം വരാൻ ചാൻസ് കൂടുതല. സോ നീ അങ്ങോട്ട് പോയിട്ടുമ്പോ എന്താണ് അവനെ പറയണ? അന്നൊറ്റ നടക്കാൻ പാടില്ല. കറച്ചിന് എനിക്കത്തെ കുറിച്ച് അറിയില്ല. വളി ഞങ്ങൾക്ക് വേറെ കാര്യമുണ്ടാ? എനിക്ക് തന്നെ ഇതിനെക്കുറിച്ച് അറിയാം. എൻ്റെ പേര് ക്രിസ്റ്റഫർ. എനിക്കൊരു ഫാമിലി ഉണ്ടായി, അത് നഷ്ടപ്പെട്ടു പോയി. കാരണം ഒരു ട്രാജിക് ആക്സിഡൻറ്റ്. കള്ളും കുടിച്ച് പോകുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു നിൻ്റെ വൈഫും എല്ലാവരും മരിക്കുന്നത്. ഞാൻ ചെയ്തില്ല. അതിനെ റിവെഞ്ച് ചെയ്യേണ്ടി അവന്മാരൊന്ന് തെരച്ച് നിൽക്കണേല ഇപ്പോഴും. അതെന്നെ എനിക്കെല്ലാം അറിയാം. ഇവിടെ മണ്ടച്ചൊക്കെ അവന്മാരില്ലേ കള്ളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കണത്. അത് കാരണമാണ് അവന്മാരാണെന്നാണ് നീ ഇപ്പോൾ തച്ച് കൊല്ലാൻ മേടിക്കണത്. കുടിക്കണമെന്ന് ഓർക്കണമായിരുന്നു തൻ്റെ ഫാമിലിക്കും പറ്റുമെന്ന്. പക്ഷെ ചെയ്തില്ല. ശിക്ഷ അനുഭവിക്കണം അതാരാണെങ്കിലും. അപ്പോൾ നിൻ്റെ ബിൽഡിങ്സ് ആൻഡ് ഫാക്ടറീസ് നോക്ക്. ഇപ്പം നിൽക്കുന്ന സോഫ സെറ്റില്ലേ അത് മൊത്തം ബോംബ. പിന്നെ നീ എവിടെയെങ്കിലും ഓടിപ്പോയാൽ നോക്കിയാലും സ്നൈപ്പേഴ്സ് ഉണ്ടാവും. സോ എനിക്ക് ചാവാൻ റെഡിയാ. നീ എൻ്റെ കൊന്നിട്ട് എന്താണ് ചെയ്യാനാണ്? ഞാൻ എല്ലാം കാര്യം അവന്മാരുടെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു പൊണ്ണും പൊച്ചാൽ കഴിയാൻ പറ്റില്ല. അപ്പേ എന്തിയാ എന്നെ കൊല്ലണോ അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടണോ? എന്നെ കൊന്നിട്ട് വലിയ കാര്യമുണ്ടോ? എനിക്ക് തോന്നില്ല. എല്ലാവരും അറിഞ്ഞു. സോ എന്നെ കൊല്ലി ബോംബിട്. സോറി പ്ലീസ് രക്ഷിക്കണം പ്ലീസ്. എനിക്ക് പൈസ പോകണം. വലിയ മണ്ടനാണത്. മുമ്പിൽ തന്നെ ഗ്ലാസ് ഉണ്ടാക്കി വെച്ചേക്കണ വലിയ സാധനം വെച്ച് എനിക്ക് പൊട്ടിച്ചോ. ഞാൻ പോയി. ഇനി നീ ഫാക്ടറി നശിപ്പിച്ചിട്ട് പോയിക്കോ. ഓക്കെ. അപ്പോൾ ഞാൻ 10 എണ്ണാൻ പോണേ. 10 എണ്ണുമ്പോൾ തന്നെ നിൻ്റെ മരണം, ഫാക്ടറിൻ്റെ മരണം, നിൻ്റെ ബിൽഡിങ് എല്ലാം കൊണ്ടാൻ പോകും. സോ 9, 8, 7 Franklin 6, 5, 4 Franklin. ഞാൻ പോട്ടെ എൻ്റെ വീട്ടിലേക്ക്. ഇവനെ പോലത്തെ നായകളുണ്ടാവില്ല. ഇനിയൊരു കാര്യം ചെയ്യാൻ പോണേ ഗൈസ്. ഇപ്പോഴത്തേക്ക് ഇത്ര മതി. 2 ആഴ്ചത്തേക്ക് ഞാൻ വലിയ മനുഷ്യരാൻ പോണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ യഥാർത്ഥ ബോസിലേക്ക് ഇവൻ്റെ എതിരാളിയില്ലേ അവൻ്റെ ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചെയ്യാവണ. സോ ഗൈസ് ഞാൻ ഇനി ഫ്രാങ്ക്ലിൻ മാറും. ഓക്കെ. സോ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ബട്ട് ഇനിയും ഉണ്ട് ഗൈസ്, കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ ബൈ. ആരാടോ വിളിക്കണം? അന്നോ നമ്പറല്ല, മറ്റേ ചത്തിയില്ല ഇപ്പോഴും വിളിക്കണം. മൂത്രയ്ക്കാൻ സമ്മതിക്കില്ല. ഹലോ ആരാണ്? അവൻ ചത്തിയില്ലേ? ഹലോ ഫ്രാങ്ക്ലിൻ, ആരാണ്?
ആ എന്താണ് ബോസ് വിളിക്കണേ? ഇപ്പം 2 ആഴ്ച കഴിഞ്ഞില്ലേ? ഹലോ ഫ്രാങ്കിൾ, എനിക്ക് നിൻ്റെ ഒരു ആവശ്യമുണ്ട്. എൻ്റെ സകടപാട് കാര്യങ്ങൾ നീ നേരത്തെ കൊന്ന ബോസില്ലേ, അവൻ്റെ ചേട്ടനാണ് ഈ ഭൂമി ടേക്ക് ഓവർ ചെയ്യണ. അവനിക്ക് ചേട്ടനുണ്ടാ? നീ ഇതൊന്നും പറഞ്ഞില്ലല്ലേ? സോറി ഫ്രാങ്ക്ലിൻ, എനിക്കറിയില്ല അവൻ ആരാന്ന്. ഫ്രാങ്ക്ലിൻ, നമ്മൾ 2 പേര് കൊല്ലാൻ വരുന്നവൻ. പ്ലീസ്, നമ്മളിത് രക്ഷപ്പെടണം. അതിനു മുമ്പ് അവനെ തീർക്കാനുള്ള മാർഗം എന്താണെന്ന് അറിയണം. ഓക്കെ, അവൻ എന്താണെങ്കിലും ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളേറെ അവൻ കളയുകയായിരിക്കും. അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ, ഇനി എൻ്റെ ടീമിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യണം. ഞാൻ ഈ പരിപാടിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? ഫ്രാങ്ക്ലിൻ്റെ ജീവൻ വെച്ചാൽ നീ കളിക്കണ. എൻ്റെയും നിൻ്റെ ഒരു ജീവനാണ് അവൻ തീർക്കാവണ. അവനെ ചേട്ടൻ ആരെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. അവൻ്റെ ചേട്ടൻ എനിക്കും അറിയില്ലെന്ന്. പക്ഷേ എൻ്റെ അനുയായികൾ പറഞ്ഞവൻ ആരാന്ന്. ഹീസ് എ ബിഗ്ഗസ്റ്റ് ഡ്രഗ് മാഫിയ ഇൻ ദ വേൾഡ്. വി ക്യാൻ ഡീൽ വിത്ത് ഹിം. അതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യം വേണം. സോ ഫ്രാങ്ക്ലി, ഞങ്ങൾക്ക് ഒരുമിച്ച് തരാം. ഡേയ്, എന്താടെ പറയണ? എനിക്കൊന്നും മനസ്സിലാവണ ഗൈസ്. എന്നാലും എങ്ങനെ പറ്റും? ചാൻസ് കുറവാണ് ഗൈസ്, വല്ലാത്ത ചാൻസ് കുറവാണ്. ഇത് നമുക്കുള്ള പണിയായിട്ടാണോ വരണ? നമ്മളെ ഹലോ ബോസ്, എന്താണ്? ഹലോ ഫ്രാങ്ക്ലി. ആരാണ്? എന്നെ അറിയില്ലല്ലേ? ഞാൻ എൻ്റെ ബോസിൻ്റെ ചേട്ടൻ. ഓ സോറി, ക്രിസ്റ്റഫർ ചേട്ടൻ. മനസ്സിലായോ? What the